ഗ്രീൻലാൻഡ് വേണമെന്നായിരുന്നല്ലോ ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഡീഗോ ഗാർഷ്യ വേണമെന്ന് പറയുന്നു. ഡീഗോ ഗാർഷ്യ ഇപ്പോഴും അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ ഡീഗോ ഗാർഷ്യ നമ്മളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് എയർബേസാണ് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അത് അമേരിക്കയുടെ അല്ല. അതാണ് അതിനകത്തെ കൗതുകം. പക്ഷേ ഡീഗോ ഗാർഷ്യ നമുക്ക് വളരെ അടുത്ത, അതായത് ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് 60ഓളം ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപസമൂഹം, നമ്മുടെ ലക്ഷദ്വീപ് പോലെ ചാഗോസ് ദ്വീപസമൂഹം എന്ന് പറയും. ചാഗോസ് ദ്വീപസമൂഹത്തിലെ ഒരു ദ്വീപാണ് ഡീഗോ ഗാർഷ്യ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെറും 1600 കിലോമീറ്റർ ദൂരമുള്ളൂ. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോയിട്ട് ഡീഗോ ഗാർഷ്യയുടെ അതിർത്തി ചെല്ലും. ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരും അമേരിക്കൻ പട്ടാളക്കാരും പിടിച്ചവരെ ജയിലിലിടും. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ പുറത്തു വിടുള്ളൂ. കാരണം അതീവ സുരക്ഷയുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സേനാ താവളമാണ് ഡീഗോ ഗാർഷ്യ. അപ്പോൾ അവിടെ ലോകത്തിലെ പല രാജ്യങ്ങളെയും ഉന്നം വെച്ച് അവിടെ മിസൈലുകളുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഇന്ത്യക്ക് നേരെ, കേരളത്തിന് നേരെ, കൊച്ചിക്ക് നേരെ ഡീഗോ ഗാർഷ്യയിൽ ഒരു മിസൈൽ ഉന്നം പാർത്തിരിക്കുന്നുണ്ട്. ചൈന, ഇന്ത്യ, അമേരിക്ക അങ്ങനെയാണ്. അമേരിക്ക ലോകത്തിൻ്റെ നാനാഭാഗത്ത് അവരുടെ സൈനിക താവളം ഉണ്ടാക്കിയിട്ട് അവരുടെ നിലവിലുള്ള ശത്രുക്കളും നാളെ ശത്രുക്കളാവാൻ സാധ്യതയുള്ളവരും ഇപ്പോൾ ഭീഷണിപ്പെടുത്തേണ്ടവരുമായ രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ ഒരുക്കി നിർത്തും. അങ്ങനെ അമേരിക്കൻ മിസൈലുകൾ നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡീഗോ ഗാർഷ്യ. ഉറപ്പ്, ഒരു സംശയവും വേണ്ട. ഡീഗോ ഗാർഷ്യ ഈ ചാഗോസ് ദ്വീപസമൂഹത്തിൻ്റെ ഒരു ചെറിയ ദ്വീപാണ്. 27.99 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ ദ്വീപ്. അതൊരു കുതിരലാടം പോലിരിക്കുന്ന, അറിയില്ല, ഇങ്ങനെ യു പോലെ കുതിരലാടം പോലിരിക്കുന്ന ഷേപ്പാണ്. കുതിരലാടം എന്ന് പറയാൻ കാരണം ഇങ്ങനെ ചുറ്റും വന്നിട്ട് നടുക്ക് അകത്തേക്കൊരു തള്ളിച്ചുണ്ട്. ഈ അകത്തേക്കുള്ള തള്ളിച്ച ഒരു ലഗൂണാണ്. ലഗൂണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഏറ്റവും ആഴമുള്ള സമുദ്രപ്രദേശമാണ്. സമുദ്രം അകത്തേക്ക് കയറി കിടക്കുക. ആ ലഗൂണൂടെ ചേർത്താൽ 179 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഡീഗോ ഗാർഷ്യ. അവിടെ ഈ ലഗൂണിൽ, അതായത് ഡീഗോ ഗാർഷ്യയുടെ യു പോലെ കുതിരലാടം പോലെ ഇരിക്കുന്ന അകത്തേക്ക് തള്ളിയിരിക്കുന്ന ആ പ്രദേശത്ത് ഒരേ സമയം 30 യുദ്ധക്കപ്പൽ കിടക്കും, അന്തർവാഹിനികൾ പറയാം. അത്ര വിപുലമായ ഒരു ദ്വീപസമൂഹമാണ് ഈ ഡീഗോ ഗാർഷ്യ. ചാഗോസ് ദ്വീപിലെ ഒരു ദ്വീപാണ്, ദ്വീപസമൂഹമല്ല, ദ്വീപ്. നമ്മുടെ ഈ പറയുന്ന മാൽദ്വീപ്സിനും ഇന്ത്യക്കുമൊക്കെ ഇടയ്ക്ക് വളരെ അടുത്ത്, നമ്മുടെ ഇവിടെ 1600 കിലോമീറ്റർ തന്നെ വലിയ ദൂരമൊന്നുമില്ല. കാരണം നമ്മൾ വിമാനത്തിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ. നമ്മുടെ മീൻപിടുത്ത ബോട്ടുകൾ ഡീഗോ ഗാർഷ്യയുടെ അടുത്തൊക്കെ പോയിട്ടാണ് നല്ല ഒന്നാം തരം ചാള പിടിച്ചുകൊണ്ടിരുന്നത്. മത്തി, പ്രജിത കഴിക്കുന്ന മത്തി ഡീഗോ ഗാർഷ്യയെ പിടിക്കുന്നതാണ്, ഡീഗോ ഗാർഷ്യയുടെ അതിർത്തി പിടിക്കുന്നതാണ്. അപ്പോൾ അതിര് തെറ്റി അങ്ങോട്ട് പോയാൽ അവന്മാർ പിടിച്ചുകൊണ്ട് പോകും. ഇത് സത്യത്തിൽ മൗറീഷ്യസിൻ്റെ ആയിരുന്നു. മൗറീഷ്യസിൻ്റെ ഈ ദ്വീപ് 1965 ബ്രിട്ടൻ പിടിച്ചെടുത്തു. ഈ ചരിത്രം അറിയണം. ഡീഗോ ഗാർഷ്യയുടെ ചരിത്രം അറിഞ്ഞാലേ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസും മനസ്സിലാവുള്ളൂ. ട്രംപ് എന്തുകൊണ്ടത് പറയുന്നു, അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ 1965 ബ്രിട്ടൻ ഇത് സ്വന്തമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, 60-70കളിൽ അവിടെ സൈനിക താവളം ഉണ്ടാക്കി. വലിയ ചതിയാണ്. അന്ന് അവിടുത്തെ ചഗോസിയൻ എന്ന് പറയും, അവിടുത്തെ തദ്ദേശവാസികൾ, ചാഗോസ് ദ്വീപസമൂഹങ്ങളിൽ താമസിക്കുന്നവരെ. ഇവർ നേരെ ബ്രിട്ടൻ വന്നിട്ട് എന്നറിയാം, ഇവർ പാവങ്ങളും മീൻപിടുത്തവും നാളികേര കൃഷിയൊക്കെ ആയിട്ട് അവിടെ താമസിക്കുന്ന 3000-ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാടാണിത്. അതായത് ബ്രിട്ടീഷുകാർ നേരെ പട്ടാളമായിട്ട് എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ, പൊക്കോണം, എല്ലാ സ്ഥലം വിട്ടോണം, നിങ്ങൾ ഷാബോസിലേക്കോ സെഷൽസിലേക്കോ അല്ലെങ്കിൽ മൗറീഷ്യസിലേക്കൊക്കെ പൊക്കോണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുത്തെ വംശജരായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോകാനാണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയോ, ഇവരുടെ വീടുകളിലെ നായ്ക്കൾ, ആടുകൾ, പശുക്കൾ മുഴുവൻ എല്ലാം പിടിച്ചുകൊണ്ട് കൂട്ടത്തോടെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു. എന്നിട്ട് പറഞ്ഞു, ദാ ഇപ്പോൾ നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ, അടുത്തത് നിങ്ങൾ. ഹിറ്റ്ലർ ചെയ്ത മടി, ജൂതന്മാരെ പിടിച്ചിട്ട് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നതുപോലെ ആദ്യമേ ഈ ചഗോസിയൻസിനെ പിടിച്ച് അവരുടെ വളർത്തുമൃഗങ്ങളെ മുഴുവൻ ഗ്യാസ് ചേമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ച് വിഷവാതകവും കയറ്റി ബ്രിട്ടീഷുകാർ കൊന്നു. നമ്മൾ ലോകത്തെ ഏറ്റവും മനുഷ്യത്വത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയൊക്കെ വലിയ വക്താക്കളാണെന്ന് ബ്രിട്ടീഷുകാർ ചെയ്തതാണ്, വെള്ളക്കാരൻ ചെയ്ത പണിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഇവർ പോയി, ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. അവസാനം എന്തെന്നറിയോ, ഈ 2000-3000 കുടുംബാംഗങ്ങളെ ബലമായി പിടിച്ച് വിലങ്ങ് വെച്ച് കപ്പലിൽ കയറ്റിയിട്ട് നേരെ കൊണ്ട് സെഷൽസിലും മൗറീഷ്യസിലും ഇറക്കി വിട്ടു. നോക്കൂ, ഒരു രാജ്യത്ത് ജനിച്ച് ജീവിച്ച മനുഷ്യരെ, അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളും അവിടെയായിരുന്നു. അവരെ ബലമായി പിടിച്ച് കപ്പലിൽ കയറ്റി അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ട് മൗറീഷ്യസിലും സെഷൽസിലും 2 രാജ്യങ്ങളെ കൊണ്ട് ഇറക്കി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൗറീഷ്യസും സെഷൽസും ചെറിയ സീഷെൽസ് എന്നൊക്കെ പറയുന്ന രാജ്യമാണ് ഈ സെഷൽസ്. അവിടെ വളരെ ചെറിയ സർക്കാരുകളാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ പിടിച്ച് അവർ ജയിലിലിട്ടു. ഇവർക്കൊന്നുമില്ല, അവർ വഴിയാധാരമായി പോയി. അങ്ങനെ
ഒരു ജനതയെ മുഴുവൻ മുച്ചൂടും മുടിച്ചിട്ടാണ് ബ്രിട്ടൻ ഈ ഡീഗോ ഗാർഷ്യ ഐലൻഡ് പിടിച്ചെടുത്തത്. ഇവർ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2000-ൽ ബ്രിട്ടനിലൊരു കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെയ്തത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യത്തിൽ നിരക്കാത്തതാണ്. ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിൻ്റെ താരിഫ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ലോകത്തെല്ലാവരും ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് സൈനികം കയ്യേറ്റം നടത്തും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. താരിഫ് വാർ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. അതിലെ ജഡ്ജിമാർ തമ്മിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമാണ് എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ബ്രിട്ടനിലെ കോടതി തന്നെ പറഞ്ഞു ഇത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ ഗൗനിച്ചില്ല. പിന്നീട് അന്താരാഷ്ട്ര കോടതിയിൽ കേസ് വന്നപ്പോൾ 2019 ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു അന്യായമാണ്, ബ്രിട്ടൻ അവിടുന്ന് മാറിയേ പറ്റുള്ളൂ. കാരണം ആ നാട്ടുകാരുടെ അവരെ കുടിയിറക്കി അവരുടെ മൃഗങ്ങളെ എല്ലാം കൊന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നാട് പിടിച്ചെടുത്ത് സൈനിക താവളം ഉണ്ടാക്കുന്നു. എന്നിട്ട് UK-യും അമേരിക്കയും കൂടെ ചേർന്ന് സംയുക്ത സേനാ താവളം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവിടുന്ന് മാറണം എന്ന് ICJ ഉത്തരവിട്ടു. അവസാനം മനസ്സോടെ ബ്രിട്ടൻ സമ്മതിച്ചു, ഞങ്ങൾ മാറിയേക്കാം. പക്ഷേ അപ്പോഴൊരു കരാർ വെച്ചു, മൗറീഷ്യസിന് തന്നെ കൊടുത്തേക്കാം. മൗറീഷ്യസിനോട് പറഞ്ഞു, പക്ഷേ 99 വർഷത്തേക്ക് കൂടി ഞങ്ങളിവിടെ ഞങ്ങളുടെ സൈന്യത്തെ നിലനിർത്തും ബ്രിട്ടൻ. അപ്പോൾ അതാണ് ഇപ്പോൾ ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ട്രംപ് പറയുന്നു, നോക്കൂ അവിടെ ഇപ്പോൾ ഉള്ളതെന്നറിയോ, പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3000 മുതൽ 5000 വരെ ബ്രിട്ടീഷ് അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവരവിടെ കഴിയുകയാണ്. യുദ്ധക്കപ്പലുകൾ, മിസൈലുകൾ, ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഉന്നം വെച്ചിരിക്കുന്ന മിസൈലുകൾ, ആണവായുധങ്ങൾ, സബ്മറീനുകൾ, കപ്പലുകളൊക്കെ ആയിട്ട് ഡീഗോ ഗാർഷ്യയിൽ നേരത്തെ പറഞ്ഞ പോലെ പൊങ്ങിക്കിടക്കുന്ന ഒരു നാവിക താവളം പോലെ ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ നടുക്ക് ഡീഗോ ഗാർഷ്യ അമേരിക്കയും ബ്രിട്ടനും കൂടെ ഭരിക്കുകയാണ്. ബ്രിട്ടൻ കൈവശം അമേരിക്കയ്ക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു എനിക്കിനി വേണ്ട, 2000 പോലി എന്തോ കൊടുത്തേക്കാം, 99 വർഷം കൂടെ ഞങ്ങൾ ഇരുത്തണം എന്നേ ഉള്ളൂ. ട്രംപ് പറയുന്നത് പറ്റത്തില്ല. ഇൻ്റർനാഷണൽ കോടതി അങ്ങനെയൊക്കെ പറയും, അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ബ്രിട്ടൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർ പോവുകയാണെങ്കിൽ പൊക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾക്കിത് വേണം. നോക്കൂ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നത്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ എന്താണ്, ഡെൻമാർക്ക് എന്ന് പറയുന്ന നാറ്റോ രാജ്യമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ നാറ്റോയിൽപ്പെട്ട രാജ്യത്തോട് ഗ്രീൻലാൻഡ് ഇങ്ങോട്ട് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അങ്ങോട്ട് സൈന്യത്തെ അയച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ആരെങ്കിലും ഇവിടെ വന്നിറങ്ങിയാൽ വർത്തമാനം പിന്നെ ആദ്യം വെടി. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം. അപ്പോൾ ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് അവർ ഈ റഷ്യയെ പേടി, ചൈനയെ പേടി, ആർട്ടിക് മേഖലയിൽ നമ്മുടെ സ്വാധീനം ഉറപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. ആഗോള താപനത്തിൻ്റെ ഭാഗമായി മഞ്ഞുരുകിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ രത്നങ്ങളും സ്വർണവും ധാതു മണലും മിനറൽസും ഒക്കെ, സ്ട്രാറ്റജിക് മിനറൽസും ഒക്കെ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ്. അവിടെ മഞ്ഞുരുകുമ്പോൾ വെറുതെ രത്നക്കല്ലുകൾ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര സാമ്പത്തികമായി നിർണായകമായ ആ പ്രദേശം, ഗ്രീൻലാൻഡ് ഒരു ദ്വീപല്ല, വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കാവുന്ന പ്രദേശമാണ്, മഞ്ഞുമൂടി കിടക്കുകയാണ്, ഡെൻമാർക്കിൻ്റെയാണ്. അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ട്രംപ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ലോകം മുഴുവൻ തൻ്റെ കീഴിലാക്കണം. അമേരിക്കയുടെ ഇപ്പോൾ ഈ കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആവട്ടെ എന്ന് പറയുന്നു. കാരണം 50 സംസ്ഥാനങ്ങളാണ് അമേരിക്കയുള്ളത്. 50ാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അലാസ്കയാണ്. അലാസ്ക സാർ ചക്രവർത്തിയുടെ കാലത്ത് സാർ ചക്രവർത്തിയുടെ ഇത് മേടിച്ചാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമല്ലേ, കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നെയാണ് അവിടെ പോയി അമേരിക്ക നാവിക താവളം ഉണ്ടാക്കി. അവിടെ വെച്ചാണ് പുട്ടിനും അമേരിക്കയും തമ്മിലുള്ള മീറ്റിംഗ് നടന്നത്. അപ്പോൾ 50 സംസ്ഥാനങ്ങളുണ്ട്. എൻ്റെ ഭരണകാലത്ത് ഇനി അമേരിക്കയെ ഞാൻ വലുതാക്കി, ഞാൻ 51ാമത്തെ സ്റ്റേറ്റ് ആക്കി എന്നൊക്കെ പറയാൻ വേണ്ടി കാനഡ ഇങ്ങോട്ട് വന്ന് ചേർന്നോ എന്നാണ് പറയുന്നത്. വേണേ താൻ അവിടുത്തെ പ്രധാനമന്ത്രിയെ ഞാൻ അവിടെ ഗവർണറാക്കിയേക്കാം, എന്ന് പറയുന്ന പോലെ, സാറിനെ മാനേജിംഗ് ഡയറക്ടറെ ഞാൻ ഇവിടുത്തെ പ്യൂണാക്കിയേക്കാം, എൻ്റെ കൂടെ ചേർന്നു എന്ന് പറയുന്ന പോലെയാണ്. പ്രധാനമന്ത്രിയെ ഞാൻ ഗവർണറാക്കാം. കാനഡ 51ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഈ പനാമ കടലിൻ്റെ നിയന്ത്രണം വേണമെന്ന് പറയുന്നു. ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ഡീഗോ ഗാർഷ്യ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഡീഗോ ഗാർഷ്യ ഇപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. കാരണം ബ്രിട്ടൻ ഈ പറഞ്ഞ പോലെ ബ്രിട്ടൻ ലോകം മുഴുവൻ സാമ്രാജ്യം ഉണ്ടാക്കി ക്ഷീണിച്ചു പോയി നടുപൊടിഞ്ഞ പല്ലുകൊടിഞ്ഞ ഒരു സിംഹമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ, പക്ഷേ അമേരിക്കയുടെ കയ്യിലേക്ക് ഇത് ഡീഗോ ഗാർഷ്യയുടെ ഉടമസ്ഥത കൈമാറിയാൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. കാരണം ഇന്ത്യൻ താല്പര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ക്രഷ് ചെയ്യുക, ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല, ട്രംപിന് സഹിക്കുന്നില്ല. അപ്പോൾ ബ്രിട്ടൻ മാറുന്ന ലാക്കിന് അമേരിക്ക ഡീഗോ ഗാർഷ്യയുടെ അധിപന്മാരായി മാറുന്നു എന്നുള്ളത് വല്ലാത്തൊരാശങ്ക ഇന്ത്യക്കും ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ പറയാം, അമേരിക്ക പറയും അത് ഞങ്ങൾ ചൈനയ്ക്കെതിരെയാണെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. ചൈന ഇന്ത്യ കഴിഞ്ഞിട്ടാണ് ചൈന ഇരിക്കുന്നത്.
ചൈനയ്ക്ക് നേരെ ഉറപ്പായും നേരത്തെ പറഞ്ഞ പോലെ ആണവ പോർമുനയുള്ള മിസൈലുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന അമേരിക്ക നമുക്ക് നേരെയും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് സംസാരിക്കുക, ഉറപ്പായിട്ടും കൊച്ചിയിലെ നമ്മുടെ സ്റ്റുഡിയോ വരെ അമേരിക്കൻ മിസൈലിൻ്റെ പരിധി 1600 കിലോമീറ്ററേ ഉള്ളൂ. വെറും 1600 കിലോമീറ്ററിനപ്പുറത്ത് ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കൻ മിസൈലുകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡീഗോ ഗാർഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം തനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ ശത്രു ഇപ്പോൾ പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, ചൈനയുണ്ട്, അമേരിക്ക കൂടി നമ്മുടെ മിത്രമല്ലാത്തൊരു ശത്രു, മിത്രമെന്ന് ഭാവിക്കുന്നൊരു ശത്രു അല്ലേ? ഇടയ്ക്ക് ട്രംപ് ഇടയ്ക്ക് പറയും മോദി നല്ലവൻ, എത്ര നല്ലവൻ എന്നൊക്കെ പറയും, എന്നിട്ട് നമ്മൾ തെറിയും പറയും. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പങ്കാളിയാണ് അമേരിക്ക. അമേരിക്ക ഡീഗോ ഗാർഷ്യയുടെ അധിപനായി മാറുന്നു. സമ്പൂർണ്ണ ഉടമസ്ഥാവകാശം ഡീഗോ ഗാർഷ്യയ്ക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യക്കാണ്. ഇതാണ് ഡീഗോ ഗാർഷ്യയുടെ ഒരു ചരിത്രം. ഡീഗോ ഗാർഷ്യയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകൾ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, അറിയട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത്. നമ്മുടെ ഇവിടുന്ന് ആലോചിക്കണം. നമ്മൾ കേരളത്തിലുള്ള മലയാളികളെ സംബന്ധിച്ച് നമുക്ക് പട്ടാളത്തോടൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. കാരണം ഒരു യുദ്ധത്തിൻ്റെ ഫലമൊന്നും നമ്മൾ അനുഭവിച്ചിട്ട് വല്ലപ്പോഴും നമ്മുടെ മലയാളി ജവാന്മാർ ഏതെങ്കിലും പോരാട്ടത്തിൽ വീരമൃത്യു വരിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സൈന്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അല്ലാതെ അത്ര വലിയ സൈന്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില മലയാളി പുങ്കുവന്മാരുണ്ട്. ആ പട്ടാളത്തെ എന്തിനാ എത്ര പോഴ്ത്തുന്നത്? പട്ടാളത്തിനും ശമ്പളം കിട്ടുന്നില്ലേ? ശമ്പളം കിട്ടിയിട്ടുള്ള ജോലിയല്ലേ? നമ്മുടെ KSEB ഉദ്യോഗസ്ഥന്മാരെ പോലെ അല്ലെങ്കിൽ KSRTC ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ അധ്യാപകരെ പോലെയുള്ള ഒരു ജോലിയാണോ? മറ്റതിനകത്ത് മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പട്ടാളത്തിൽ പോകുന്നത്. രാവിലെ പള്ളിക്കൂടത്തിൽ പോകുന്ന വാദ്യാരെ പട്ടി കടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ല, പട്ടിയെ നേരിടാൻ പോകുന്ന വഴിക്ക് പട്ടി കടിക്കുന്നതാണ്, അപകടം വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ബാക്കി എല്ലാ ജോലികൾക്കും ലൈഫ് ഇൻവെസ്റ്റ് ചെയ്ത് ജീവിതം എടുത്ത് പണയം വെച്ചിട്ട് ചെയ്യുന്ന ജോലിയാണ് സൈന്യത്തിലെ ജോലി അല്ലേ? അങ്ങനത്തെ ഒരു ജോലിയില്ല. അപ്പം മലയാളിയാണ് പറയുന്നത് അതിനെന്ത് പട്ടാളക്കാരന് എന്താ പ്രത്യേകത, അതിന് ശമ്പളം കിട്ടുന്നില്ലേ? എത്ര നീചമായ ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള മലയാളി ഓർമ്മിക്കണം, വെറും 1600 കിലോമീറ്ററിനപ്പുറത്ത് നമ്മളെ നോക്കി ഒരു മിസൈൽ ഇരിപ്പുണ്ട്. കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, ആലപ്പുഴയിൽ, മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂർ, എവിടെ വേണമെങ്കിലും വന്ന് പതിക്കുക. 1600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മിസൈലിന് പറന്ന് വരാവുന്നേ ഉള്ളൂ. അതിൻ്റെ ദൂരപരിധിയിലാണ് നമ്മൾ. ഡീഗോ ഗാർഷ്യ ഇപ്പോഴേ അമേരിക്കയുടെ പങ്കാളിത്തമുള്ളതാണ്. അത് സമ്പൂർണ്ണമായി അമേരിക്കയുടെ പക്ഷത്തേക്ക് പോകുമ്പോൾ, അമേരിക്കയുടെ ഉടമസ്ഥതയിലേക്ക് മാറുമ്പോൾ നമ്മൾക്ക് വല്ലാതെ ചൂടേൽക്കണം, പൊള്ളണം. മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മൂടി വെക്കുന്ന ഇത്തരം വാർത്തകൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഏതായാലും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം, സഹായം വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. നമ്മുടെ ലോഗോയുടെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അതിൽ വെറുതെ ഒന്ന് വിരലമർത്തിയാൽ മതി. എന്നിട്ട് തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ സഹായിക്കുക.